സാറേ, ഇന്ന് ഈസ്റ്റർ ആണ്. ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരു നല്ല വാർത്തയാണ് റഷ്യയിൽ നിന്ന് വന്നിരിക്കുന്നത്. കാരണം കുറച്ച് വർഷങ്ങളായി തന്നെ റഷ്യയും യുക്രൈനും തമ്മിൽ വലിയ രീതിയിലുള്ള യുദ്ധങ്ങൾ നടക്കുന്നു. 10,000-ത്തിലധികം പേരാണ് ഇതിനോടകം തന്നെ മരിച്ചു വീണിരിക്കുന്നത്. പലരും ആവശ്യപ്പെട്ട ആ യുദ്ധം നിർത്തണമെന്ന്. പക്ഷേ പുത്തിൻ തയ്യാറാകുന്നില്ല. ഇപ്പോൾ ഈസ്റ്റർ ദിനത്തിൽ വെടിനിർത്തലിന് അദ്ദേഹം തയ്യാറായിട്ടുണ്ട്. കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. എന്തായാലും ഒരു ആശ്വാസമാണല്ലോ. അതുകൊണ്ട് സാധാരണ നിലത്തിൽ ലോകമഹായുദ്ധം പോലും ക്രിസ്മസ് ദിനത്തിൽ നിർത്തിവെക്കാറുണ്ട്. സാധാരണ ഗതിയിലുള്ള യുദ്ധങ്ങൾ. അതിലൊരു അപവാദം ഇസ്രായേലും ഹമാസുമായിട്ടുള്ള യുദ്ധം മാത്രമാണ്. ക്രിസ്മസ് ദിനത്തിലും അത് തുടർന്നു എന്നാണ്. രണ്ടു കൂട്ടരും ക്രിസ്മസിൽ വിശ്വസിക്കുന്ന ആൾക്കാരല്ലെന്നുള്ളതാണ് അതിൻ്റെ കാര്യം. ഒരു ഭാഗത്ത് ജൂതർ, ക്രിസ്മസ് അല്ല അവരുടെ ആഘോഷം. അതുപോലെ തന്നെ മറുഭാഗത്ത് ഹമാസ്, അവർക്ക് ഒട്ടുമേ ക്രിസ്മസിനോട് അത്ര വലിയ താല്പര്യമുള്ളവരുമാണ്. പക്ഷേ ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങൾ പോലും 2-3 വർഷം നീണ്ടതാണവ ഓരോ ക്രിസ്മസിനും നിർത്തിവെക്കാറുണ്ട്. അങ്ങനൊരു മര്യാദ കാണിക്കാറുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ ഈസ്റ്റർ ദിനത്തിലൊരു വെടിനിർത്തൽ വന്നിരിക്കുന്നു. ഈസ്റ്റർ ദിനത്തിൽ ആ ഒരു പ്രഖ്യാപനം വന്നത് റഷ്യയുടെ തലവനായിട്ടുള്ള വ്ളാദിമിർ പുത്തിനിൽ നിന്നാണ്. ഞങ്ങൾ യുദ്ധം നിർത്തിവെക്കുകയാണ് ഈസ്റ്റർ ദിനത്തിൽ, ഒരു ദിവസത്തേക്കെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ദിവസമാണെങ്കിലും അത് വലിയൊരു ആശ്വാസമാണ്. ഇത് ഏകപക്ഷീയമാണ് പ്രഖ്യാപനം. ഇത് തന്നെ യുക്രൈനും പിന്തുടരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇല്ല, ഇത് ഞങ്ങൾ ലംഘിക്കും എന്നൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല വ്ളാദിമിർ സെലൻസ്കി. യുക്രൈൻ്റെ ഭാരവാഹിയായിട്ടുള്ള പ്രധാനമന്ത്രിയായിട്ടുള്ള വ്ളാദിമിർ സെലൻസ്കി അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അങ്ങനെ പറയാനും പറ്റില്ല. കാരണം ഓർത്തഡോക്സ് സഭയാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങളാണ് റഷ്യയും അതുപോലെ തന്നെ യുക്രൈൻ. സഹോദര രാഷ്ട്രങ്ങളാണ്. ആ സഹോദര രാഷ്ട്രങ്ങളെ ഒന്നിച്ചു നിർത്തിയിരുന്നത് ആ ഓർത്തഡോക്സ് സഭയുമായിട്ടുള്ള ബന്ധമാണ്. പിന്നെ പിൽക്കാലത്ത് അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടും അതിവർത്തിച്ചുകൊണ്ടും പിൽക്കാലത്ത് കമ്മ്യൂണിസം അവിടെ വന്നു. ആ കമ്മ്യൂണിസം വന്നപ്പോഴും ശരിക്കും ലെനിൻ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്ത് യുക്രൈനെ വികസിപ്പിക്കാനായിരുന്നു. ആ ഒരു യുക്രൈനെയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ആ ഒരു യുക്രൈനാണ് ഇന്ന് റഷ്യയോട് കാരണം അവരുടെ സംസ്കാരം നിലനിർത്തിക്കൊണ്ട് തന്നെ ആ രാജ്യത്തെ വികസിപ്പിക്കുകയായിരുന്നു ലെനിൻ്റെ നയം. അതാണ് ആ ചരിത്രപാഠം ആരും കാണുന്നില്ല. റഷ്യ എന്തോ ആക്രമിച്ചു. റഷ്യ അങ്ങനെ ആക്രമിച്ചിട്ടില്ല. ലിമിറ്റഡ് മിലിറ്ററി ഓപ്പറേഷൻ. അതെന്തുകൊണ്ട് വേണ്ടി വന്നു? അത് പലരും ശരിക്കും ഈ യുദ്ധത്തിൻ്റെ പാഠം പഠിച്ചിട്ടില്ല. ഈ റഷ്യ തന്നെ ഗ്ലാസ്നോസ്റ്റ്, പെരിസ്ട്രോയിക്ക ഇതൊക്കെ വന്നതിന് ശേഷം പുടിൻ തന്നെ തങ്ങളും നാറ്റോ സഖ്യത്തിൽ അംഗമാകാൻ പോവുകയാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ നാറ്റോ സഖ്യത്തിൽ ഒരിക്കലും ഈ രാജ്യത്തിനെ അംഗമാക്കരുത് എന്ന് പറഞ്ഞത് ബ്രിട്ടനാണ് എതിർത്തിരുന്നത്. റഷ്യയെ തകർക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. അങ്ങനെ ഇരുന്ന് അവർക്ക് അംഗത്വം കിട്ടുകയില്ല. അതിനപ്പുറത്ത് ഉള്ള യുക്രൈന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് റഷ്യയോട് ചേർന്ന ഭാഗം, മറ്റൊന്ന് യൂറോപ്പിനോട് ചേർന്നുള്ള ഭാഗം. യൂറോപ്പിനോടുള്ള ചേർന്നുള്ള ഭാഗത്തിൽ റഷ്യൻ ഭാഷ സംസാരിക്കാറില്ല. യുക്രൈനിയൻ ഭാഷയാണ് അവിടെ സംസാരിക്കുന്നത്. ഇപ്പുറത്ത് റഷ്യയോട് ചേർന്നുള്ള ഭാഗത്ത് സംസാരിക്കുന്നത് റഷ്യൻ ഭാഷ. അവർ ഉൾക്കൊള്ളുന്നത് റഷ്യൻ സംസ്കാരവും അവരുടെ കൂറ് റഷ്യയോട് തന്നെയാണ്. ആ ഭാഗങ്ങൾ മാത്രമാണ് പുടിൻ തങ്ങളുടെ രാഷ്ട്രത്തോട് പിടിച്ചു ചേർത്തത്. അപ്പോൾ ഇതിന് എതിർപ്പ് വന്നപ്പോഴാണ് അവരുടെ ടാങ്കുകൾ അങ്ങോട്ട് നീങ്ങി അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട്. അല്ല, ഒരു യുദ്ധമല്ല. അപ്പോൾ ആ യുദ്ധത്തിനാണ് താൽക്കാലിക ശമനം വന്നിരിക്കുന്നത്. ഇത് മിക്കവാറും ഒരു ശാശ്വത ശമനത്തിലേക്ക് പോകും. കാരണം എന്താണെന്ന് വെച്ചാൽ യുക്രൈന് ഇപ്പോൾ റഷ്യയോട് ഏറ്റുമുട്ടാനുള്ള കോപ്പുകളില്ല, ആയുധങ്ങളില്ല, പണവുമില്ല. അമേരിക്ക അവരെ പിന്തള്ളിയിരിക്കുകയാണ്. ഇപ്പോൾ അമേരിക്ക വേറൊരു കരാറിൽ ഏർപ്പെടാനാണ്. അങ്ങനെ പറയുമ്പോഴും ബ്രിട്ടനും ഫ്രാൻസും അടക്കമുള്ള പല യൂറോപ്യൻ രാജ്യങ്ങളും ഇപ്പോഴും വലിയ രീതിയിൽ സൈനിക സഹായങ്ങൾ നൽകുന്നുണ്ടല്ലോ. ഒരു കാര്യമില്ല. അതുകൊണ്ട് അവർക്ക് കൊടുക്കാനില്ല. അമേരിക്കയൊക്കെയുള്ള പണം മറ്റേ എല്ലാ ഊർജ്ജ പ്രതിസന്ധിയും ഒക്കെ നേരിട്ട് കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളാണ്. വലുതായിട്ടൊന്നും കൊടുക്കാനില്ല. ബ്രിട്ടൻ തന്നെ കൊടുത്തല്ലോ. 2 കോടി രൂപയാണ് കൊടുത്തത്. അത് കടമായിട്ട് തിരിച്ചു തരണമെന്നുള്ള വ്യവസ്ഥയിലാണ്. അത് സാമ്പത്തിക സഹായമല്ല. സഹായം എന്ന് പറയുന്നത് സൗജന്യമായിട്ട് കൊടുത്തിട്ടുള്ളത് അമേരിക്ക മാത്രമാണ്. ആ സഹായത്തിന് തന്നെ ഇപ്പോൾ അവർ പ്രതിഫലം ചോദിച്ചിരിക്കുക. അതായത് യുക്രൈനിലെ ധാതു സമ്പത്ത് മുഴുവൻ തങ്ങൾക്ക് തരണം. ഫലം എന്താ സംഭവിക്കാൻ പോകുന്നത്? ഭാവി യുക്രൈൻ എന്ന് പറയുന്ന ഒരു ഊഷര ഭൂമിയായിട്ട് തീരും. അവിടെ ഒരു ധാതു സമ്പത്തും ഇല്ലാത്ത ഒരു ഊഷര ഭൂമിയായിട്ട് അതങ്ങ് തീരും. പണ്ട് ലെനിൻ സ്ഥാപിച്ചിട്ടുള്ള ആ സ്ഥാപനങ്ങൾ മാത്രമേ ഉള്ളൂ ഇന്ന് യുക്രൈൻ്റെ ഉയർന്നു നിൽക്കുന്ന വികസനത്തിൻ്റെ രേഖകളായിട്ട്. മറ്റൊന്നും ഉണ്ടാക്കിയിട്ടില്ല.
വാസ്തവത്തിൽ നമ്മൾ മനസ്സിലാക്കുക. മറ്റൊരു കാര്യം, നാം ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ഇതിന്റെ എല്ലാം വില്ലനായി നിൽക്കുന്നത് സെലൻസ്കി ആണല്ലോ. അദ്ദേഹത്തിനല്ലേ ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന രീതിയിൽ ഒരു ഉദ്ദേശമില്ലാത്തതുപോലെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. തീർച്ചയാണ് അദ്ദേഹത്തിന് യൂറോപ്യൻ സംസ്കാരവുമായിട്ട് ചേർന്നാണ്. ഈ റഷ്യയൊന്നും വേണ്ട, റഷ്യയൊക്കെ അവജ്ഞയാണ്. റഷ്യൻ ഭാഷ അദ്ദേഹം യുക്രൈനിൽ നിരോധിച്ചറിയാം. അത് ശരിക്കും പറഞ്ഞാൽ മനുഷ്യാവകാശ ലംഘനമല്ലേ? അങ്ങനെ ബംഗ്ലാദേശിലെ ബംഗ്ലാ ഭാഷ നിരോധിച്ചതിൻ്റെ പേരിലല്ലേ അന്ന് ബംഗ്ലാദേശിൻ്റെ മോചനത്തിലേക്ക് കലാശിച്ച ആഭ്യന്തര യുദ്ധം നടന്നു. അത്ര ഒരു മനുഷ്യാവകാശ ലംഘനം അദ്ദേഹം നടത്തിയിരുന്നു. പക്ഷെ ഒരൊറ്റ രാജ്യവും ഒരൊറ്റ മാധ്യമവും അത് അറിഞ്ഞായിട്ട് നടിച്ചില്ല. അത് കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പട്ടാളമെന്ന് പറയുന്നത് പണ്ട് ജർമ്മനിയുടെ ഭാഗമായിരുന്ന ഹിറ്റ്ലറുടെ സേവകരായിരുന്ന നാസി പട്ടാളമാണ് ഇന്ന് യുക്രൈനെ സഹായിക്കുകയും റഷ്യക്കെതിരെ യുദ്ധം ചെയ്യുകയും ചെയ്യുന്ന നാസിസത്തിൻ്റെ ഒരു തിരിച്ചുവരവ് അവിടെ നടക്കുന്നു. എന്ന് മാത്രമല്ല സൈനികരുടെ ഔദ്യോഗിക പദവിയും സെലൻസ്കി അവർക്ക് നൽകിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഒരിക്കൽ ഈ റഷ്യ തോൽപ്പിച്ച ആ നാസികൾ, റഷ്യ തോൽപ്പിച്ച് വിട്ട ആ നാസികളെയാണ് അവിടെ കുടിയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ഒരു നേതാവുണ്ട്, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അദ്ദേഹത്തെ റഷ്യ എന്നേക്കുമായിട്ട് റഷ്യയിൽ നിന്ന് നാട് കടത്തിയതാണ്. ആ നാട് കടത്തിയ ആളിനെ സെലൻസ്കി തിരിച്ച് അവിടെ കൊണ്ടുവന്ന് അദ്ദേഹത്തിനെ അവിടുത്തെ പ്രധാനപ്പെട്ട ഔദ്യോഗിക സ്ഥാനങ്ങൾ നൽകി ആദരിച്ചിരിക്കുകയാണ്. അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ സഹായിക്കുന്നത് നാസിസത്തെ ഫാഷിസത്തെയാണ് അവർ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ അനുകൂലിക്കുന്ന യുക്രൈനിലെ ഘടകങ്ങളെയും ലിമിറ്റഡ് ആയിട്ടാണെങ്കിലും ജനാധിപത്യം നിലനിൽക്കുന്ന, തെരഞ്ഞെടുപ്പെങ്കിലും നടക്കുന്നുണ്ടല്ലോ, എതിർക്കുന്നത് ജനാധിപത്യം നിലനിൽക്കുന്ന റഷ്യയുമാണ്. അപ്പോൾ അതേസമയം വ്ളാദിമിർ സെലൻസ്കിയോ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടില്ല. യുദ്ധത്തിൻ്റെ മറവിൽ തെരഞ്ഞെടുപ്പ് നടത്താതെ മുന്നോട്ട് കൊണ്ടുപോകുക. അവരുടെ രാജ്യത്ത് 5 വർഷത്തിലൊരിക്കൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് വ്യവസ്ഥ. പക്ഷേ 6 വർഷവും കഴിഞ്ഞിട്ട് തെരഞ്ഞെടുപ്പ് നടത്താതെ യുദ്ധത്തിൻ്റെ മറവിൽ അദ്ദേഹം ഏകാധിപതിയായിട്ടിരിക്കുകയാണ്. നാം ഈ ഗാസയിൽ കണ്ടതാണ്, ഈ ഹമാസിനെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങുന്നു. അതിന് സമാനമായ രീതിയിൽ തന്നെ ചിലപ്പോൾ യുക്രൈനിലും അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണല്ലോ. കാരണം ഈ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇദ്ദേഹത്തെ വിളിച്ച് ഈ സമാധാന ശ്രമങ്ങളെല്ലാം നടത്തിയിരുന്നു. അന്നെല്ലാം അദ്ദേഹം ഇറങ്ങി പോവുകയാണ് ചെയ്തത്, ദേഷ്യപ്പെട്ടു. അതെ, അങ്ങനെ ഇദ്ദേഹത്തിനെതിരെ ആ ജനങ്ങൾ തിരിയേണ്ട ഒരു അവസ്ഥ ഇനി ഉണ്ടാകുമോ? അദ്ദേഹത്തിനെതിരെ ജനങ്ങൾ തിരിഞ്ഞു. ആ പ്രദേശങ്ങളാണ് റഷ്യ പിടിച്ചെടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിനെതിരെ പ്രക്ഷോഭം നടത്തിയ ഭൂരിപക്ഷം റഷ്യക്കാരുള്ള പ്രദേശങ്ങളാണ് റഷ്യ എടുത്തിരിക്കുന്നത്. അതിൽ ഏറ്റവും അവസാനം യുക്രൈനിലെ ജനങ്ങൾ തിരിയാനുള്ള സാധ്യതയുണ്ടോ? യുക്രൈനിലെ ജനങ്ങൾ മൊത്തമായിട്ട് തിരിയാൻ സാധ്യത കുറവാണ്. കാരണം അവർക്ക് യൂറോപ്പുമായിട്ട് അങ്ങ് ചേരണം, സുഖലോലുപരായിട്ട് ലിബറലിസം സുഖമായിട്ട് ജീവിക്കണം, ഒരു തരം നിയന്ത്രണങ്ങളും ഇല്ലാതെ ജീവിക്കണം എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. ജർമ്മനി കണ്ടില്ലേ, കിഴക്കൻ ജർമ്മനിയും കൂടെ പടിഞ്ഞാറൻ ജർമ്മനിയുടെ ഒപ്പം അങ്ങ് ചേരുകയാണ് ചെയ്തത്. സ്വാതന്ത്ര്യം, അത് കുഴപ്പമില്ല. പക്ഷേ ഇനി യുദ്ധം തുടരാതിരിക്കുക. അതുപോലെ തന്നെ വേറൊരു ആശ്വാസ വാർത്തയും വരുന്നുണ്ട്. അത് ഈസ്റ്റർ ദിനത്തല്ല, അതിന് മുമ്പ് തന്നെ. ഇപ്പോൾ ഇസ്രായേലിൻ്റെ സമാധാന നിർദ്ദേശം അവിടെ ഹമാസ് സമ്മതിച്ചിരിക്കുക. അതായത് എല്ലാ ബന്ധികളെയും ഈ മാസത്തിൽ തന്നെ, ഈ മാസം എന്ന് പറയുമ്പോൾ അടുത്ത മാസം കൂടെ വരും, എന്തായാലും കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ഈ മാസത്തിന്, അടുത്ത മാസത്തിനകം മുഴുവൻ ബന്ധികളെയും ഇസ്രായേലിന് വിട്ടുകൊടുക്കാം, യുദ്ധം നിർത്തണം എന്തൊരു നിർദ്ദേശം. നമ്മുടെ മാധ്യമങ്ങൾ അത്രയും ശ്രദ്ധിച്ചിട്ടില്ല. അങ്ങനൊരു നിർദ്ദേശം അവിടെ, അങ്ങനെ പശ്ചിമേഷ്യയിലും റഷ്യയിലും ഇതുപോലെ സമാധാനത്തിൻ്റെ ഒരു സൂര്യോദയം ഈ ഒരു മാസത്തിനുള്ളിൽ വരും. ഇപ്പോൾ ഈസ്റ്റർ ദിനം അതിനൊരു നാന്ദി കുറിച്ചു എന്ന് നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.